കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലുള്ള സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഈറ്റില്ലമാണ് അഷ്ടമുടിക്കായൽ. കേരവൃക്ഷങ്ങളും കണ്ടൽ കാടുകളും ഈത്തപ്പനകളും കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ കായൽ തീരമാണ് അഷ്ടമുടിക്കായലിനുള്ളത്. അഷ്ടമുടിക്കായലിൻ്റെ ഈ മനോഹാരിതയാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ആ കായലിന് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു തുരുത്താണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. 2018 നവംബർ 30 മുതലായിരുന്നു ഇവിടെ നിന്നും സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് ആദ്യമായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കാം എന്നതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡിൻ്റെ മുഖ്യ ആകർഷണീയത. സാമ്പ്രാണിക്കൊടി ഐലൻഡ് എന്ന ബോർഡ് തൂക്കിയ പ്രവേശന കവാടവും അവിടെ നിന്നും ഐലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ബോട്ടുകളുമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്നും ബോട്ട് സർവീസ് ഇല്ല. ഇവിടെ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്തായി പ്രാക്കുളം സാമ്പ്രാണിക്കൊടി ബോട്ട് ക്ലബിൽ നിന്നാണ് ബോട്ട് സർവീസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അഷ്ടമുടിക്കായലിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള ചീനവലകളും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആഡംബര ബോട്ടുകളെയുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് പ്രാക്കുളം സാമ്പ്രാണിക്കൊടി ബോട്ട് ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ബോട്ട് ജെട്ടിക്ക് പുറത്തും റോഡിലുമായി കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 30 രൂപയാണ് കാർ പാർക്കിംഗ് ഫീസായിട്ട് ഈടാക്കുന്നത്. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. 150 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വിനോദസഞ്ചാരികൾക്കുള്ള സന്ദർശന സമയം അനുവദിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തവർ DTPCയുടെ ബോട്ടുകളിൽ സാമ്പ്രാണിക്കൊടിയിലേക്ക് തിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ കായൽ തീരം ഫാമിലി റെസ്റ്റോറൻ്റാണ്. വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഏകദേശം 15ഓളം ചെറിയ ബോട്ടുകൾ നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ DTPCയുടെ സ്റ്റാഫായ ശ്രീ മെൽവിൻ ബോട്ട് ഡ്രൈവറായ ബോട്ടിലാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 200 മീറ്ററിനകത്താണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ബോട്ട് യാത്ര തുടങ്ങുകയാണ്. കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കായൽ കാഴ്ചയാണ് ഇത്. അഷ്ടമുടി എന്നാൽ 8 മുടികൾ അഥവാ 8 മുടിക്കെട്ടുകൾ എന്നാണ് അർത്ഥം. ഏകദേശം 8ഓളം നദികൾ ഈ അഷ്ടമുടിക്കായലിൽ നിന്നും ഉത്ഭവിക്കുന്നു. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നും ഈ കായൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ആഴമേറിയ കായലിനെ കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തുടങ്ങി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് വലിയ കായലാണ്. നമുക്ക് കൊച്ചുകുട്ടികൾക്ക് 2 വയസ്സുള്ള കുഞ്ഞിന് ഇറങ്ങിയിട്ട് കളിക്കാവുന്ന ഒരു പ്രദേശമാണ്. യാതൊരു അപകടം ഉണ്ടാകത്തില്ല. കാര്യം വെച്ചാൽ കുറേ ദൂരത്തോളം നമുക്ക് ആഴം കുറവാണ്. പിന്നെ ജീവനുള്ള ശംഖുകൾ, കക്ക, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ജീവനുള്ള ചെറിയ ചെറിയ മീനുകൾ
അല്ല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ്. എല്ലാവരും അതീവ സന്തോഷത്തിലാണ്. ഏകദേശം ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ തന്നെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ കൊണ്ട് ആ ഐലൻഡ് നിറഞ്ഞു കഴിഞ്ഞു. 1 മണിക്കൂറാണ് ഇവിടെ ചെലവഴിക്കാൻ സമയം അനുവദിച്ചിട്ടുള്ളതെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാവുന്നതാണ്. കുട്ടികൾ വെള്ളത്തിൽ കളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടത്തേത്. അഷ്ടമുടിക്കായലിൻ്റെ വലതുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ചരിത്ര തുറമുഖമാണ് കൊല്ലം. പുരാതന കാലം മുതൽക്ക് തന്നെ വിദേശികളുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഈ തുറമുഖം. AD 12-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നും വ്യാപാരത്തിനായി ഇവിടെ എത്തിയ ചൈനക്കാരുടെ ചെറിയ കപ്പലുകളെയായിരുന്നു ചമ്പ്രാണി എന്ന് വിളിച്ചിരുന്നത്. ആ കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന മൂലയായിരുന്നു ഈ കൊടി. അങ്ങനെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ ഈ സ്ഥലത്തിനെ ചമ്പ്രാണിക്കൊടി എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ വിളിച്ച് ചമ്പ്രാണിക്കൊടി സാമ്പ്രാണിക്കൊടിയായി മാറി. അന്നത്തെ ചൈനക്കാരുടെ സംഭാവനയായിരുന്നു ഈ കായലിൽ മത്സ്യബന്ധനത്തിനായി ഉടനീളം ഘടിപ്പിച്ചിരിക്കുന്ന ചീനവലകൾ. ദേശീയ ജലപാതയ്ക്കായി നീക്കം ചെയ്ത മണ്ണ് ഇവിടെ ഇട്ടതിനെ തുടർന്നാണ് തുരുത്തിന് വീണ്ടും ആഴം കുറഞ്ഞത്. എല്ലാവരും വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്ന തിരക്കിലാണ്. വേലിയേറ്റ സമയത്ത് മുട്ടോളം വെള്ളവും വേലി ഇറക്ക സമയത്ത് വെറും തറയുമാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. സഞ്ചാരികൾക്ക് ദ്വീപിലിറങ്ങി ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ ചുറ്റിക്കറങ്ങാം. ചുറ്റുമുള്ള അഷ്ടമുടിക്കായലിൻ്റെയും സമീപത്തുള്ള അറബിക്കടലിൻ്റെയും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും അവർക്ക് ആസ്വദിക്കാം. ചാവുകടലിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാം. ഇവിടെയുള്ള കണ്ടൽക്കാടുകളുടെ ചില്ലകളിൽ കയറിയിരുന്ന എല്ലാവരും ഫോട്ടോകൾ എടുക്കുന്ന തിരക്കിലാണ്. കേരളത്തിന് അകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടെ സന്ദർശിച്ചു പോകുന്നത്. സഞ്ചാരികളുടെ ആരവങ്ങളാൽ മുഖരിതമാണ് ഇവിടെ മുഴുവൻ. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. അവർ വള്ളത്തിൽ കളിച്ചുകൊണ്ടേയിരുന്നു. എത്ര സമയം ചെലവഴിച്ചാലും മതിവരാത്ത പ്രകൃതിയുടെ മായാജാലം. സന്ദർശകരെ കൊണ്ട് കറങ്ങുന്നതിനു വേണ്ടി മോട്ടോർ ബോട്ടുകളും കെട്ടുവള്ളങ്ങളും എപ്പോഴും ഇവിടെ സജ്ജമാണ്. കച്ചവടം തകൃതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരിയാണ്. മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, നാരങ്ങ വെള്ളം എന്ന് വിളിച്ചുകൊണ്ടുള്ള അവരുടെ ശബ്ദം നമുക്ക് ഇവിടെ കേട്ടുകൊണ്ടിരിക്കും. നടന്നു തളർന്നാൽ ഇരിക്കുവാനായിട്ട് ചുറ്റും സാമ്പ്രാണിക്കൊടി എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാണ്. എല്ലാവരും ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഫോട്ടോകൾ എടുക്കുന്ന തിരക്കിലാണ്. അവിടെ ദൂരത്തായി ബോർഡർ ലൈൻ കാണിക്കുന്നതിനായിട്ടുള്ള കൊടി നാട്ടിയിട്ടുണ്ട്. അതുവരെ നമുക്ക് പോകാം. അത് കഴിഞ്ഞാൽ കായലിൻ്റെ ആഴം കൂടും. തദ്ദേശവാസികളായ ധാരാളം ചെറുകിട കച്ചവടക്കാർ ഇവിടെ ബിസിനസ് നടത്തുകയാണ്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് അഷ്ടമുടിക്കായലും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും. ഉപ്പിലിട്ട വിവിധ തരം അച്ചാറുകൾ, മിഠായികൾ, ഡ്രിങ്ക്സുകൾ,
ലേസിൻ്റെയും കുർക്കുറെ തുടങ്ങിയിട്ടുള്ള പാക്കറ്റ് സ്നാക്സുകൾ എല്ലാം കച്ചവടത്തിനായി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. മാങ്ങയും പൈനാപ്പിളും പൂളിയ കഷ്ണങ്ങളിൽ ഉപ്പും മുളക് പൊടിയും വിതറിയതാണ് പ്രധാന ബിസിനസ്. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി മോട്ടോ ഘടിപ്പിച്ച കെട്ടുവെള്ളത്തിൽ വീണ്ടും ഒരു യാത്ര തിരിക്കുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. കുട്ടികൾക്ക് ചാർജില്ല. വെള്ളത്തിൽ 4-5 ഐലൻഡുകൾ കറങ്ങി വീണ്ടും സാമ്പ്രാണിക്കൊടിയിലേക്ക് തിരിച്ചെത്തും. 3 സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ. പ്രാക്കുളം കൂടാതെ കുരിപ്പുഴ, പൂച്ചട്ടി, മൺട്രോത്തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നും ബോട്ട് സർവീസുകൾ ഇവിടത്തേക്കുണ്ട്. കായൽ ഗ്രാമങ്ങളും കണ്ടൽ കാടുകൾക്കുമിടയിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് കണ്ടൽ കാടുകൾ. കായലിനെ കുറിച്ചും തുരുത്തിലെ ജീവിത രീതികളെയും കുറിച്ചുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വള്ളക്കാരൻ ഞങ്ങളോട് മറുപടി പറഞ്ഞു തുടങ്ങി. ഇവിടെയൊക്കെ നല്ല ആഴമില്ലേ? അത്രയുള്ള എത്ര ഐലൻഡ് ഉണ്ട് ഇവിടെ? എല്ലാ ഐലൻഡിലും ആൾക്കാർ താമസം ഉണ്ടോ? പുഴയും കടലും ചേരുന്ന ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ചെടികളാണ് കണ്ടൽ ചെടികൾ. കടലാക്രമണങ്ങളെയും മണ്ണൊലിപ്പിനെയും തടയാൻ കണ്ടൽ കാടുകൾക്ക് കഴിവുണ്ട്. ജൂലൈ 26-ന് അന്താരാഷ്ട്ര കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണ ദിനമായി യുനെസ്കോ ആചരിക്കുന്നു. മഞ്ഞക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, ഉപ്പൂറ്റുകണ്ടൽ തുടങ്ങി 9 അപൂർവ ഇനങ്ങളിൽപ്പെട്ട കണ്ടൽ കാടുകൾ നമുക്ക് ഇവിടെ കാണാം. കൊല്ലം ജില്ലയുടെ അഴകാട് അഷ്ടമുടിക്കായൽ. കണ്ടൽ കാടുകളും ദേശാടന പക്ഷികളും ജൈവ വൈവിധ്യ മേഖലകളും ഒക്കെ ചേർന്ന് പറഞ്ഞാൽ തീരാത്തത്ര പ്രത്യേകതകളാണ് ഈ കായൽ തീരത്തിനുള്ളത്. ഞങ്ങൾ വീണ്ടും സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് തിരിച്ചെത്തുകയാണ്. മുത്ത്, കക്ക, ചെപ്പികൾ, വിവിധ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ എന്നിവ സമൃദ്ധമായി വളരുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് അഷ്ടമുടിക്കായലിനുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി പുതിയ ജീവിതാനുഭവങ്ങൾ നൽകിയ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ നിന്നും വീണ്ടും ഞങ്ങൾ തിരിച്ച് എത്തുകയാണ്. പ്രാക്കുളം കായൽ മത്സ്യങ്ങൾ ജില്ലയിൽ വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കരിമീൻ, കക്ക, ചെമ്മീൻ. അഷ്ടമുടിക്കായലിൽ മാത്രം കിട്ടുന്ന ഏറ്റവും രുചിയുള്ള മത്സ്യമാണ് പുഴവള്ളി. കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആലപ്പുഴ വഴി സാമ്പ്രാണിക്കൊടിയിലേക്ക് ജലഗതാഗതമുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന്
ഏകദേശം 80 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ട്രിവാൻഡ്രം അന്താരാഷ്ട്ര എയർപോർട്ടിൽ എത്തിച്ചേരാൻ കഴിയും. പച്ചത്തുരുത്തുകളും കായലോര ഗ്രാമങ്ങളും ചീനവലകളും കണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള 8 മണിക്കൂർ ബോട്ട് യാത്രയാണ് അഷ്ടമുടിക്കായലിലെ ഏറ്റവും വലിയ വിനോദയാത്ര. സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം കൂടിയതിന് 1000 നന്ദി. നമസ്കാരം.